എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സുഹൃത്തുക്കളെ, അമുസ്ലിങ്ങളെ, ഈ പ്രവാചകനെ പറ്റി പഠിക്കാൻ, യുദ്ധത്തിന്റെ നേരും നെറിയും പഠിപ്പിച്ച, യുദ്ധത്തിലേക്ക് കടന്നു പോകുമ്പോ അള്ളാഹുവിന്റെ മാർഗത്തിൽ, റസൂലിന്റെ സുന്നത്തിൽ സ്ത്രീകളെ കൊല്ലരുതേ, കുട്ടികളെ കൊല്ലരുതേ, അതുപോലെ വയോവൃദ്ധരെ നശിപ്പിക്കരുത്, മഠാധിപതികളെ നശിപ്പിക്കരുത്, ആരാധനാലയം തകർക്കരുത്, വൃക്ഷങ്ങൾ തകർക്കരുത്, ജലതടാകങ്ങളും നശിപ്പിക്കരുത് എന്ന് ലോകത്തെ പഠിപ്പിച്ച ഈ പ്രവാചകരെ നമ്മളല്ലാതെ ഇനി ആരുണ്ട് നെഞ്ചിലേറ്റാൻ? എന്റെ പ്രൊഫഷണൽ വിദ്യാർത്ഥികളെ, പെൺകുട്ടികളെ, ആൺകുട്ടികളെ, നമ്മുടെ ജീവിതത്തിൽ ആ പ്രവാചകൻ പറഞ്ഞ സുന്നത്തുകളുണ്ടോ? വഴിയിലൂടെ നടന്നു പോകുമ്പോ ഉപദ്രവം നീക്കുന്നതാണ് ഈമാൻ എന്ന പ്രവാചകന്റെ വാചകത്തിന് നാം പ്രാമുഖ്യം നൽകിയിട്ടുണ്ടോ? അതെ, പ്രവാചകനും അനുചരന്മാരും ഒരു കുന്നിന്റെ തായ്വരയിൽ തമ്പടിച്ച് ടെന്റ് കെട്ടി, ഒരു ഭാഗത്ത് നല്ല തണുപ്പ്, അവിടെ അവർ ഒരു തീ കത്തിക്കുകയാണ്. പ്രവാചകൻ ഓടിച്ചെന്ന് ആ തീയുടെ പരിസരത്ത് ഉറുമ്പുകൾ ചാലിട്ടൊഴുകുന്നുണ്ട്. പ്രവാചകൻ ചോദിച്ചു, നിങ്ങൾ കണ്ടില്ലേ? ആരാ ഈ ഉറുമ്പിന്റെ പരിസരത്ത് തീയിട്ടത്? എത്രയും പെട്ടെന്ന് നിങ്ങൾ തീയണയ്ക്കുക എന്ന് പറഞ്ഞ് ഒരു ഉറുമ്പ് പോലും അഗ്നിക്കിരയായില്ല എന്ന് ഉറപ്പുവരുത്തി അൽഹംദുലില്ലാ എന്ന് പ്രഖ്യാപിച്ച മുഹമ്മദ് നബിയെ പ്രാപ്പത്തിൽ കയറി പ്രാക്കുഞ്ഞിനെ എടുത്തുകൊണ്ടുവന്ന് അതിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചപ്പോ, മക്കളെ, ആ പ്രാക്കുഞ്ഞിനെ അതിന്റെ തള്ളപ്പക്ഷി കൂട്ടിൽ വരുമ്പോ അത് സന്തോഷിക്കാൻ കാരണമാകുന്നുവെങ്കിൽ അവിടെ കൊണ്ടുപോയി വെച്ചോളൂ, അതാണ് എനിക്കിഷ്ടമെന്ന് പഠിപ്പിച്ച വിശ്വാചാര്യനെ ലോകം ശരിക്കും പഠിച്ചിട്ടുണ്ടോ? നമ്മൾ വിലയിരുത്തേണ്ട കാര്യമാണ്. എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, ആ പ്രവാചകൻ പഠിപ്പിച്ച പോലെ, ആ പ്രവാചകൻ പഠിപ്പിച്ചതിന്റെ പേരിലാണ് നാം താടി വെക്കുന്നത്. ആ പ്രവാചകൻ പഠിപ്പിച്ചത് കൊണ്ടാണ് നാം വീശ വെട്ടുന്നത്. ആ പ്രവാചകൻ പഠിപ്പിച്ചത് കൊണ്ടാണ് നരയാണിയുടെ മേലെ നാം തുണി ഉടുക്കുന്നത്. ആ പ്രവാചകൻ പഠിപ്പിച്ചത് കൊണ്ടാണ് നാം സ്ത്രീധനം വാങ്ങാത്തത്. ആ പ്രവാചകൻ പഠിപ്പിച്ചത് കൊണ്ടാണ് ഇതര മതവിശ്വാസിയോട് നമുക്ക് വെറുപ്പില്ലാത്തത്. ആ പ്രവാചകൻ പഠിപ്പിച്ചത് കൊണ്ടാണ് അയൽവാസി പട്ടിണി കിടക്കരുത് എന്ന നിർബന്ധം നമുക്കുണ്ടായത്. ആ പ്രവാചകൻ പഠിപ്പിച്ചത് കൊണ്ടാണ് തൊഴിലാളി വർഗത്തിന്റെ ശരീരത്തിൽ നിന്ന് വിയർപ്പ് വെട്ടുന്നതിന് മുമ്പ് നാം കൂലി കൊടുക്കുന്നത്. ആ പ്രവാചകൻ പഠിപ്പിച്ചതിന്റെ പേരിലാണ് വിധവകളുടെ കണ്ണീർ നാം ഒപ്പുന്നത്. ആ പ്രവാചകൻ പഠിപ്പിച്ചതിന്റെ പേരിലാണ് സ്വന്തം പറമ്പിലെ വൃക്ഷം അന്യന് തടസ്സമാകുമെങ്കിൽ നാം മുറിച്ചു കൊടുക്കുന്നത്. ഇസ്ലാം എന്ന സമഗ്രമായ ഈ സാഗരത്തെ നെഞ്ചിലേറ്റാൻ, ഈ സാഗരത്തെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കുമോ? നമ്മുടെ പ്രൊഫഷണൽ കോളേജിലെ വിദ്യാർത്ഥികൾ സൈക്കിൾ ചെയിനും കുറുവടിയും കടാരിയും പിച്ചാത്തിയും AK-47 എന്തി നാളെ സ്വന്തം ബെഞ്ചിൽ ഇരുന്നവനെ കുത്തിക്കൊല്ലുന്നുവെങ്കിൽ അരുതേ എന്ന് ലോകത്തോട് പറയാൻ പ്രവാചക തിരുമേനി നമ്മളെ പഠിപ്പിച്ചു.